morning all. Welcome to my class. Hope you are doing well. What we learned in the last class? Yes, method of inversion. Then, നമ്മൾ അതിൽ ചെയ്ത പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് വേറൊരു മെത്തേഡിൽ കൂടെ ആ സെയിം പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. So, before going to that, I will show you a video. Watch the video carefully. What is algebra? It's simple. It's all about puzzles. Here's one for you. This plus 2 equals 5. We just have to find the number in this box. Which number, when added to 2, gives us 5? Simple. It's 3. We can say that 3 plus 2 equals 5. This thing we see here contains only numbers. This puzzle can also be asked in a different way. We can say that x plus 2 equals 5. Find x. We just used a letter in place of the box. These letters are also called as variables. Sometimes also referred to as the unknown since its values is not known to us. This is algebra. It deals with variables and unknowns and we are expected to find their value. But why use variables? Why not boxes like these? Let's assume there are 3 unknown numbers. Using shapes, we can write it as a square plus a slant square plus an empty circle plus 4 equals 7. You had to think of different shapes. Using variables, we can write it as x plus y plus z plus 4 equals 7. This was a little more convenient as compared to the previous case. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാ ചെയ്യുന്നത്? എന്താ അവർ ചെയ്തത്? അൺനോൺ നമ്പറിനെ എക്സ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്തത്. നമുക്ക് കണ്ടതല്ലേ? സോ എക്സ് തന്നെ യൂസ് ചെയ്യണം നിർബന്ധമുണ്ടോ? ഇല്ല. ഏത് ആൽഫബറ്റ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അൺനോൺ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽഫബറ്റ് ആണ് എക്സ്. ഓക്കെ. സോ ഈ ഒരു മെത്തേഡ് വഴി നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആൾജിബ്രായിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ക്ലാസ്സിൽ ആൾജിബ്രായിക് ഇക്വേഷൻസ് ഒക്കെ എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ആൾജിബ്രായിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് എന്ന ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തിരുന്നോ? ഒരു വേർഡ് പ്രോബ്ലം ഉണ്ടായിരുന്നു അല്ലേ? സോ ആ സെയിം പ്രോബ്ലം തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി ചെയ്ത് നോക്കാം. എല്ലാവരും റെഡി ആണോ? ഓക്കെ. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എന്താ പറയുന്നത്? Anita and her friends bought pens. For 5 pens bought together, they got a discount of 3 rupees and it cost them 32 rupees. Had they bought pens separately, how much would each have to spend? Okay, question എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ ഓൾറെഡി ചെയ്ത പ്രോബ്ലം തന്നെയാണ് അല്ലേ? സോ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്? ഫിഗർ വെച്ച് റെപ്രസെന്റ് ചെയ്താണ് ചെയ്തത്. ഓക്കെ, നമുക്ക് അത് ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യമേ തന്നെ ഇതിനെ 3 സർക്കിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അനിതയും കൂട്ടുകാരും കൂടി 5 പേന ഒരുമിച്ച് വാങ്ങിച്ചപ്പോൾ അവർക്ക് 3 രൂപ കിട്ടി. അങ്ങനെ അവർക്ക് 32 രൂപ കൊടുക്കേണ്ടി വന്നു. അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? സോ ടോട്ടൽ ആയിട്ട് അവർക്ക് കൊടുക്കണ്ട സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ് അവര്? 32 rupees. സോ നമുക്ക് ലാസ്റ്റ് സർക്കിൾ നമുക്ക് 32 എഴുതാം. സോ ഹിയർ 32. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് സർക്കിൾ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വെച്ച് റെപ്രസെന്റ് ചെയ്യാറ്. സോ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? അൺനോൺ വാല്യൂനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എക്സ് എന്നുള്ള ലെറ്റർ നമുക്ക് യൂസ് ചെയ്യാം. സോ പേനയുടെ വരെ എനിക്കറിയില്ല. സോ ഞാനിവിടെ എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ. സോ എത്ര പേന വാങ്ങിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്? 5 പേന. സോ ഒരു പേനയുടെ വിലയോട് 5 മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് 5 പേനയുടെ വില കിട്ടുള്ളൂ. സോ ഇൻറ്റു 5 ചെയ്യണം. ഇവിടുത്തെ ഓപ്പറേഷൻ ഇൻറ്റു 5. സോ ഒരു പേനയുടെ വിലയോട് ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 5 പേനയുടെ എക്സ് ഇൻറ്റു 5 ആ വാല്യൂ ഇവിടെ എഴുതിക്കൂടെ? എക്സ് ഇൻറ്റു 5 എത്രയാ? 5 ഇൻറ്റു എക്സ് എത്രയാ? 5x. സോ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് എക്സിന് ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് സെക്കൻഡ് സർക്കിളിൽ എഴുതുന്നത്. സോ x ഇൻറ്റു 5
5x. Okay. Again. അവർക്ക് എത്ര രൂപ കിഴിവ് കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നത്? 5 പേനയുടെ വില അവർക്ക് മൊത്തം കൊടുക്കേണ്ടി വന്നില്ല. ഇത് 3 രൂപ കുറച്ചാണ് കൊടുത്തത് അവർ. സോ -3 കുറവ് അല്ലേ? -3 ആണ് അവർക്ക് ഓപ്പറേഷൻ. സോ 5 പേനയുടെ വിലയിൽ 3 രൂപ കുറച്ച് 32 rupees ആണ് അവർക്ക് കൊടുക്കേണ്ടി വന്നത്. സോ അവർക്ക് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു ചെയ്യണം. തിരിച്ചു ചെയ്യുമ്പോൾ എന്ത് വരും? എന്ത് വരും? തിരിച്ചു ചെയ്യാൻ എന്ത് വരും? -3 എന്നുള്ള ഓപ്പറേഷൻ തിരിച്ചു ചെയ്യണം. -3 എന്താവും? +3 ആവും. സോ ഇവിടെ 5x ന്റെ അവിടെ എന്ത് വാല്യൂ വരും? 32 + 3 വരും അല്ലേ? 32 + 3 എത്രയാ? 35. സോ നമുക്ക് ഇവിടെ 35 എഴുതാം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ. ദെൻ നമുക്ക് ഇവിടെയും തിരിച്ചു ചെയ്യണം അല്ലേ? x കണ്ടുപിടിക്കാൻ. സോ ഇവിടുത്തെ ഓപ്പറേഷൻ ഇൻറ്റു 5 ആയിരുന്നു. സോ നമുക്ക് ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതാം. 35 ഡിവൈഡഡ് ബൈ 5 എത്രയാ? 7. സോ x ന്റെ പ്ലേസിൽ നമുക്ക് എന്ത് എഴുതാം? 7. സോ നമുക്ക് പേനയുടെ വില കിട്ടി. എളുപ്പല്ലേ? Therefore, price of a pen is equal to 7 rupees. 7 തന്നെയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ, നമ്മളിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അല്ലേ? അൺനോൺ നമ്പർ നമ്മുടെ എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്ലാഷ് കാർഡിലേക്ക് ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കി. ആ ക്വസ്റ്റൻ എന്താ പറയുന്നത്? 12 is added to 3 times of a number is 111. Find the number. ക്വസ്റ്റൻ എന്താണെന്ന് മനസ്സിലായോ? എന്താ പറയുന്നത്? ഒരു നമ്പറിന്റെ 3 ടൈംസിനോട് 12 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 111 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തതാണല്ലേ? നമുക്ക് ഈ ആൾജിബ്രായിക് മെത്തേഡിലൂടെ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാനിവിടെ സർക്കിൾ വെച്ച് റെപ്രസെന്റ് ചെയ്ത് ചെയ്യാം. എങ്ങനെ ചെയ്യാം? 3 സർക്കിൾ വരച്ചു. ഓക്കെ, സോ നമുക്ക് നമ്പർ അറിയില്ല. ഞാൻ അതിനെ എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്തു. ക്വസ്റ്റൻ എന്താ പറഞ്ഞത്? 3 ടൈംസ് ഓഫ് എ നമ്പർ അല്ലേ? ഫസ്റ്റ് ഓപ്പറേഷൻ അതല്ലേ? 3 ടൈംസ് ഓഫ് എ നമ്പർ കിട്ടും. സോ നമ്പർ നമ്മുടെ എക്സ് ആണ്. എക്സിന്റെ 3 ടൈംസ് വെക്കണം. അതായത് ഇവിടുത്തെ ഓപ്പറേഷൻ എന്താ? ഇൻറ്റു 3 ടൈംസ് വെക്കാൻ പറഞ്ഞാൽ ഇൻറ്റു 3 ചെയ്യാം. സോ എക്സ് ഇൻറ്റു 3 എത്രയാ? എത്രയാ? 3x. സോ നമുക്ക് സെക്കൻഡ് സർക്കിളിലെ നമ്പർ കിട്ടി. 3x ആണ് കിട്ടി. എന്താ പറഞ്ഞാൽ 12 is added to 3 times of a number. So അവിടെ 12 ആഡ് ചെയ്യുന്നുണ്ട്. അഡീഷൻ ഓപ്പറേഷൻ വരുന്നു. സോ ഇവിടുത്തെ ഓപ്പറേഷൻ എന്താ? +12. ഓക്കെ, 3 times of a number 12 ആഡ് ചെയ്തു. നമുക്ക് എത്ര കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നത്? 111. കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് എന്ത് ചെയ്യണം? ഓപ്പറേഷൻസ് ഒക്കെ തിരിച്ചു ചെയ്യാം. ഓക്കെ, സോ 111 കൂടെ 12 ആഡ് ചെയ്ത ഒരു നമ്പറിന്റെ കൂടെ 12 ആഡ് ചെയ്തപ്പോഴാണ് 111 കിട്ടിയത്. സോ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? -12 ചെയ്യണം. സോ 111 - 12 എത്രയാ? 99 അല്ലേ? 111 12 കുറയ്ക്കാം, നമുക്ക് 99 കിട്ടും. സോ നമുക്ക് 3x എത്രയാണെന്ന് കിട്ടി? 99 ആണ് കിട്ടി. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ഓപ്പറേഷൻ കൂടി തിരിച്ചു ചെയ്ത് നോക്കാം. സോ ഇവിടെ ഇൻറ്റു 3 ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 3 ആക്കണം. ഓക്കെ, ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 99 ഡിവൈഡഡ് ബൈ 3 എത്രയാ? എളുപ്പമാണോ എന്ന് പറഞ്ഞേ. 33 വരും അല്ലേ? സോ ഇവിടുത്തെ നമ്പർ എത്രയാ? therefore number is equal to എത്ര വന്നു? 33. നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരുന്നേ. സോ നമ്പർ 33 ആണ്. സോ മനസ്സിലായത് എങ്ങനെ സോൾവ് ചെയ്തത്? അതിനാണെങ്കിൽ ഞാൻ ഒരു ആക്ടിവിറ്റി കാർഡ് തരട്ടെ. അടുത്ത പ്രോബ്ലം തന്നെ ചെയ്ത് നോക്കും. തന്നെ ചെയ്യാം അല്ലേ?
ഓക്കെ, ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിക്കോ. 5 is added to 3 times of a number gives 41. What is the number? ക്വസ്റ്റൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്താ പറയുന്നത്? ആ ഒരു നമ്പറിന്റെ 3 ടൈംസിനോട് 5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 41 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചെയ്യാലോ? നമുക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കി. സെയിം മോഡൽ തന്നെയാണ്. തന്നെ ഒന്ന് ചെയ്ത് വേഗം ഒന്ന് ഉത്തരം പറഞ്ഞേ. എല്ലാവർക്കും ഉത്തരം കിട്ടിയാ? നമുക്ക് ശരിയാണോ നോക്കാം അല്ലേ? ഓക്കെ, എങ്ങനെ ചെയ്തേ? സർക്കിൾ വെച്ച് റെപ്രസെന്റ് ചെയ്ത് ചെയ്യാം അല്ലേ? സോ നമുക്ക് ഫൈനൽ ആൻസർ 41 ആണ്. നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഫസ്റ്റ് എന്താ ഓപ്പറേഷൻ ആണ് ഇരിക്കുന്നത്? 3 ടൈംസ് ഓഫ് എ നമ്പർ. അപ്പോ x into 3 എത്രയാ? 3x. ഇങ്ങനെയാണ് എല്ലാവർക്കും കിട്ടിയത്. ഓക്കെ, ഒരു നമ്പറിന്റെ 3 ടൈംസോടെ എന്താ ആഡ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്? 5. സോ ഇവിടുത്തെ ഓപ്പറേഷൻ എന്താ? +5. സോ x 3x ആയിട്ട് മാറും. അതിന് വീണ്ടും +5 ചെയ്തിട്ടാണ് നമുക്ക് 41 കിട്ടുന്നത്. സോ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? തിരിച്ചു ചെയ്യണം. തിരിച്ചു ചെയ്യുമ്പോൾ എന്ത് വരും? സോ ഓപ്പറേഷൻ +5 ആയിരുന്നു. അതിനെ തിരിച്ചു ചെയ്യുമ്പോൾ -5 ആകും. സോ 41 - 5 എത്രയാ? 36. ഇങ്ങനെയാണ് എല്ലാവർക്കും കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയോ x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 3 എന്നുള്ളത് ഡിവൈഡഡ് ബൈ 3 ആകും. സോ 36 ഡിവൈഡഡ് ബൈ 3 എത്രയാ? എത്ര ആവുന്നു? 12. Therefore, number is equal to 12. എല്ലാവർക്കും 12 തന്നെയാണ് കിട്ടിയത്. കറക്റ്റ് ആയല്ലേ? ഓക്കെ, വെരി ഗുഡ്. സോ ഈ ടൈപ്പ് പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഈ ഫ്ലാഷ് കാർഡിന്റെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 5 is added to 3 times of a number is equal to 3 is added to 5 times of the same number. What is the number? ക്വസ്റ്റ്യൻ എന്താ എല്ലാവർക്കും മനസ്സിലായോ? ക്വസ്റ്റ്യൻ അർത്ഥം എന്താ? ഒരു നമ്പറിന്റെ 3 ടൈംസ് എടുത്ത് അതിനോട് 5 ആഡ് ചെയ്യുന്നതും ഒരു നമ്പറിന്റെ 5 ടൈംസ് എടുത്ത് അതിനോട് 3 ആഡ് ചെയ്യുന്നതും സെയിം ആണ്. ഓക്കെ, മനസ്സിലായോ? അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി നോക്കാം അല്ലെ? സോ ഇവിടെ അൺനോൺ നമ്പർ നമ്മൾ എക്സ് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ എഴുതാം? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് മാറ്റി. ഇങ്ങനെ എഴുതാം. 5 is added to 3 times of a number. ഓക്കെ, സോ ഞാൻ അതിനെ എങ്ങനെ എഴുതാൻ നോക്കിക്കോളൂ കേട്ടോ. 5 added to so plus ആണ് ഓപ്പറേഷൻ. 5 added to 3 times of a number. So ഇവിടുത്തെ നമ്പർ ഏതാ? x ആണ്. 3 times of a number എന്ന് പറയുന്നത് 3 into x അല്ലേ? 3 into x എത്രയാ? 3x. So 5 plus 3x. മനസ്സിലായോ നിങ്ങൾക്ക്? 5 is added to 3 times of a number. ശരിയല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത്? പിന്നെ എന്താ ക്വസ്റ്റ്യൻ നോക്കണേ? is equal to 3 is added to 5 times of a number. സോ അതിന്റെ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ പറയണ്ടേ? ഏതാ? ഈക്വൽ സൈൻ അവിടെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ക്വസ്റ്റ്യൻ എന്താണെന്ന് കൂടി നോക്കി. 5 is added to 3 times of a number is equal to 3 is added to 5 times of a number. സോ അവിടെ ഈക്വൽ സൈൻ ഇട്ട് കൊടുക്കണം. സോ ഞാനിവിടെ ഈക്വൽ സൈൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. അല്ല, ഈക്വൽ ടു ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഈക്വൽ ടു എന്താ? 3 is added to, so 3 plus 5 times of a number. So 5 into x. 5 into x എത്രയാ? 5x. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി. എന്തെങ്കിലും തെറ്റുണ്ടോ ഇതില്? മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെ എഴുതാന്ന്? ഒന്ന് വായിച്ചു കൂടി. 5 is added to 3 times of a number is equal to 3 is added to 5 times of a number. ഓക്കെ, നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഇതൊന്ന് നോക്കിയേ. ഈക്വൽ സൈൻ്റെ അപ്പുറത്തും ക്വസ്റ്റ്യൻ കിടക്കണ്ടല്ലേ? സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാറ്? നമ്മള് ക്വസ്റ്റ്യൻ ഒരു സൈഡില്, ആൻസർ നമുക്ക് ഈക്വൽ സൈൻ കഴിഞ്ഞ് കിട്ടും. സോ ഞാനിവിടെ ക്വസ്റ്റ്യൻ കൂടി സൈഡിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് തന്നെ കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, എങ്ങനെ കൊണ്ടുവരാം? ഇവിടെ എന്താ? റൈറ്റ് ഹാൻഡ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ എഴുതി. 5 plus 3x അങ്ങനെ തന്നെ എഴുതാട്ടോ. ഓക്കെ, ഇനി 3യുടെ മുമ്പിലുള്ള സൈൻ നമ്മൾ പ്ലസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അല്ലേ? ഇനി എന്ത് ചെയ്യണം? 3 plus 5x എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. സോ 3 plus 5x ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ സൈനിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ
പ്ലസ് എന്നുള്ളത് എന്താവും മൈനസ് ആവും, ഇൻറ്റു എന്താവും ഡിവിഷൻ ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഇവിടെ 3ഉം 5ഉം എന്താ പ്ലസ് ആണ് അല്ലേ, പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. സോ ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോ എന്താവും മൈനസ് ആവും അല്ലേ? സോ ഇവിടെ 3 ഈക്വൽ സൈൻ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താവും പ്ലസ് എന്നുള്ളത് എന്തായിട്ട് മാറും -3 ആയിട്ട് മാറും. പ്ലസ് 5x എന്തായിട്ട് മാറും -5x ആയിട്ട് മാറും. ഓക്കെ, സോ ഈക്വൽ ടു ഇവിടെ ഒന്നുമില്ല അല്ലെ, ഒന്നുമില്ല. നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0 വെച്ച് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ നമുക്ക് മനസ്സിലായ? ഒന്നുകൂടി പറയാം. 5 + 3x അങ്ങനെ തന്നെ എഴുതി. +3 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയപ്പോ പ്ലസ് ആയിരുന്നു അവിടെ. സോ നമ്മൾ അതിനെ മൈനസ് ആക്കി ചേഞ്ച് ചെയ്തു. ഇവിടെ പ്ലസ് ആയിരുന്നു, പ്ലസ് എന്താക്കി ചേഞ്ച് ചെയ്തു മൈനസ് ആക്കി ചേഞ്ച് ചെയ്തു. ഈക്വൽ ടു അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ 0 ഇട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, സോ നമുക്ക് ഇനി നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാം. സോ ഇവിടെ 2 ടൈപ്പ് നമ്പർ ഉണ്ട്. ഒരെണ്ണം 5, 3 നമ്മുടെ നോർമൽ നമ്പേഴ്സ്, പിന്നെ ഇങ്ങനത്തെ നമ്പേഴ്സ് എക്സ് ഉള്ള നമ്പേഴ്സ് ഉണ്ട് അല്ലേ? സോ എക്സ് ഉള്ള നമ്പേഴ്സിനെ ഒരുമിച്ച് ചെയ്യാം, നമ്മുടെ നോർമൽ നമ്പേഴ്സിനെ ഒരുമിച്ച് ചെയ്യാം ഓപ്പറേഷൻ. സോ ഇവിടെ 5ഉം 3ഉം ഉണ്ട്. 5 - 3 എത്രയാ? എത്ര വരും? 5 - 3 2. ഓക്കെ, ഇനി ഏതൊക്കെ മൈനസ് ചെയ്യണ്ടേ? 3x - 5x ചെയ്യണം. 3x - 5x എങ്ങനെ ചെയ്യും നിങ്ങൾക്കറിയോ? 3 - 5 ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. 3 - 5 എത്രയാ? -2 അല്ലേ? 3 - 5 -2 ആണ്. സോ അതിലൂടെ x കൂടി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, 3x - 5x എന്ന് പറയുമ്പോൾ 3x ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 5x കളഞ്ഞു. സോ ചെറിയ നമ്പറിന് വലിയ നമ്പർ നോക്കുമ്പോൾ നമ്മൾ ആ നെഗറ്റീവ് സൈൻ കൂടി ഇട്ട് കൊടുക്കണം. സോ 3x ൽ നിന്ന് 5x പോയപ്പോ -2x ആയി. ഓക്കെ, അത്രേ ഉള്ളൂ. സെയിം തന്നെ. സോ 2 - 2x = 0 എന്നായി. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് x ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? x ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഇപ്പോൾ എക്സും നമ്പറും ഒരേ സൈഡിൽ തന്നെ നിൽക്കാം. സോ എക്സിനെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റാം. സോ ഇവിടെ -2x എന്നുള്ളത് ഞാൻ അപ്പുറത്തേക്ക് എടുക്കാൻ പോവാണ്, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക്. സോ -2x എന്തായിട്ട് മാറും? +2x ആയിട്ട് മാറും. സോ എന്ത് വരും? 2 മാത്രമേ ഉള്ളൂ ഇവിടെ. 2 = 0. ഇവിടെ 0 ഉണ്ട്. 0 + 2x. 0 + 2x എത്രയാ? 2x തന്നെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിന് x കണ്ടുപിടിക്കാൻ എളുപ്പ. x എങ്ങനെ കണ്ടുപിടിക്കാം? x-നെ അവിടെ വെച്ചിട്ട് നിർത്താം. ഓക്കെ, ഇവിടെ 2 ഉണ്ടായിരുന്നു. x-ന്റെ കൂടെയുള്ള *2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? *2 എന്നുള്ളത് എന്താവും? /2 ആകും. മനസ്സിലായോ നിങ്ങൾക്ക്? /2 /2. സോ x-ന്റെ വാല്യൂ എന്താ വരാ? 2 / 2 എത്രയാ? 1. Therefore number is equal to 1. സോ നമ്മുടെ x നമ്മൾ നമ്പർ ആയിട്ട് എടുത്തിരുന്നത് അല്ലേ? സോ എത്രയായിട്ട് വന്നു? 1 ആയിട്ട് വന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? അന്ന് പറഞ്ഞ ഏത് മെത്തേഡാണ് നമ്മൾ പഠിച്ചത്? algebraic method. സോ അങ്ങനെയാണെങ്കിൽ algebraic മെത്തേഡിൽ അൺനോൺ നമ്പറിനെ നമ്മൾ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞേ? ഒരു ആൽഫബറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. സോ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ആൽഫബറ്റ് ഏതാ? x അല്ലേ? സോ നമ്മളൊരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇക്വേഷൻ ആക്കി എഴുതണം. സോ x ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? algebraic ഇക്വേഷൻ ആക്കി നമ്മൾ എഴുതണം അല്ലേ? നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം algebraic ഇക്വേഷൻ ആക്കി എഴുതണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ എഴുതി? 5 + 3x = 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി അല്ലേ? സോ അത് x ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു algebraic ഇക്വേഷൻ ആണ്. സോ നമ്മൾ ആദ്യം ആ പ്രോബ്ലത്തിനെ algebraic ഇക്വേഷൻ ആക്കി എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? x കണ്ടുപിടിക്കണം. x എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പഠിച്ച ഇൻവേർഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് x കണ്ടുപിടിക്കാം. പ്ലസ് എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. സെയിം സംഭവങ്ങളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ മെത്തേഡ് ഓഫ് ഇൻവേർഷൻ ഉപയോഗിച്ച് നമ്മൾ x കണ്ടുപിടിക്കുന്നു. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? സോ അങ്ങനെയാണെങ്കിൽ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം. അതെല്ലാവരും തന്നെ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 7 is added to 5 times of a number gives 37. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പറിന് 5 ടൈംസിന്റെ കൂടെ 7 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 37 കിട്ടി. ഇങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് ഈസ് 5 ടൈംസ് ഓഫ് ദാറ്റ് നമ്പർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ നമ്പറിന്റെ 5 ടൈംസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മളിവിടെ നമ്പർ ആയിട്ട് എന്ത് എടുക്കണം? x എടുക്കണം. എക്സിന്റെ 5 ടൈംസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ചെയ്തിട്ട് പറയോ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. If 7 is subtracted from 5 times of the number, what is the number? ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചേഞ്ച് ചെയ്തു അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? 5 ടൈംസ് ഓഫ് ഈ നമ്പറിൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 7 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ നമ്പർ എന്തായിരിക്കും?
ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? തന്നെ ചെയ്തിട്ട് വരാലോ. നമ്മൾ നേരത്തെ ചെയ്ത ആ മോഡൽ തന്നെയാണല്ലോ എല്ലാ ക്വസ്റ്റ്യനും. ഓക്കെ, സോ ഈ പ്രോബ്ലം തന്നെ ചെയ്ത് നോക്കാം. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഡീപ്പായിട്ട് ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു.